അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ECG നോക്കിയപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് കാർഡിയോളജി കൺസൾട്ടേഷൻ എഴുതിയിട്ടുണ്ട്. ആ കാർഡിയോളജി കൺസൾട്ടേഷന് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മജിസ്ട്രേറ്റ് എഴുതിയിട്ടുണ്ട്. അത് സ്ഥിരമായിട്ടുള്ളതാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് അദ്ദേഹത്തിന് ആ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്സിജൻ സപ്പോർട്ട് എന്നുള്ളത് അദ്ദേഹത്തിന് എല്ലാ 10 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അത് ആവശ്യമായിട്ട് കാര്യമാണ്. അതല്ല പക്ഷെ ഇപ്പോൾ കാർഡിയോളജി ഇത് വേണം എന്നുള്ള നിർദ്ദേശം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ആണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവിടുത്തെ പരിശോധന കഴിഞ്ഞ് ബാക്കി അത് കഴിഞ്ഞ് പോലീസ് അറിയിക്കും. അവിടുന്ന് റിപ്പോർട്ട് വരും. ഇപ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ സപ്പോർട്ടുള്ള സ്ഥലങ്ങളിലേക്ക് നമ്മുടെ ആവശ്യമല്ല. നമുക്ക് അതിനകത്ത് നമസ്കാരം. ചാനൽ ചർച്ചയ്ക്കിടെ മതവിദ്വേഷം പരത്തുന്ന തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തി എന്നുള്ള കേസിനെ ആസ്പദമാക്കി ഈരാറ്റുപേട്ട മുൻ MLA ആയിരുന്ന PC ജോർജിനെ കോടതി 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നു. അതിനാടകീയമായ മുഹൂർത്തങ്ങൾക്കൊടുവിലാണ് PC ജോർജ് ഇന്ന് കോടതിയിൽ കീഴടങ്ങിയത്. പോലീസ് ഏത് നിമിഷവും PC ജോർജിനെ അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരു ഘട്ടം നിലവിലുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും PC ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയതിനെ തുടർന്ന് പോലീസിനോട് PC ജോർജിനെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കുവാൻ DGP നിർദ്ദേശം കൊടുക്കുകയായിരുന്നു. എന്നാൽ PC ജോർജ് എവിടെയാണ് എന്നറിയാതെ പോലീസ് വട്ടം കറങ്ങി നിൽക്കുന്ന സാഹചര്യത്തിൽ ഇന്ന് അതീവ നാടകീയമായ മുഹൂർത്തങ്ങൾക്കൊടുവിൽ PC ജോർജ് കോടതിയിൽ തന്റെ മരുമകളായ പാർവതിയോടൊപ്പം കീഴടങ്ങുകയായിരുന്നു. BJP പ്രവർത്തകരും PC ജോർജിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ കോടതി വൈകുന്നേരം 6 മണി വരെ പോലീസ് കസ്റ്റഡിയിൽ വിട്ട PC ജോർജിനെ പോലീസ് വളരെ ജാഗ്രതയോടുകൂടി ചോദ്യം ചെയ്യുകയും ഒന്നിലധികം തവണയാണ് PC ജോർജ് ഇങ്ങനെ മതവിദ്വേഷം പരത്തുന്ന രീതിയിൽ പൊതുവേദിയിൽ വെച്ച് പരാമർശങ്ങൾ ഉന്നയിക്കുകയും ഒരു പ്രത്യേക മത ന്യൂനപക്ഷ വിഭാഗത്തെ തീവ്രവാദികളെന്ന് ചിത്രീകരിക്കുകയും അവരെല്ലാവരും തീവ്രവാദികളാണെന്നും പാകിസ്ഥാനിലേക്ക് പോകേണ്ടവരാണെന്നും എന്ന് ചാനൽ ചർച്ചയിൽ ഈ കഴിഞ്ഞ ജനുവരി 6-ാം തീയതിയാണ് PC ജോർജ് കേസിനാസ്പദമായ പരാമർശം നടത്തിയ ചാനൽ ചർച്ച ഉണ്ടായത്. ഇതേ തുടർന്ന് ഈരാറ്റുപേട്ട ലീഗിന്റെ യൂത്ത് വിഭാഗം PC ജോർജിനെതിരെ കേസ് നൽകുകയായിരുന്നു. കോടതിയിൽ ഹാജരായ കീഴടങ്ങിയ PC ജോർജിനെ കോടതി റിമാൻഡ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 10 വർഷങ്ങളായി ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയാണ് PC ജോർജ് ഉറങ്ങുന്നതെന്നും 75 വയസ്സുള്ള അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്നുമാണ് മകനും BJP നേതാവും അഡ്വക്കേറ്റുമായ ഷോൺ ജോർജ് മാധ്യമങ്ങളോട് വ്യക്തമാക്കിയത്. PC ജോർജിനെ വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുപോയപ്പോൾ പാലാ ജനറൽ ആശുപത്രിയിൽ വെച്ചുകൊണ്ട് തന്നെയാണ് PC ജോർജിന്റെ ECGയിൽ വേരിയേഷൻ കണ്ടതിനെ തുടർന്ന് ഡോക്ടേഴ്സ് ഷോൺ ജോർജിനെ വിളിച്ചു വരുത്തിയത്. പിന്നീട് ഷോൺ ജോർജുമായി മാധ്യമങ്ങൾ നടത്തിയ അഭിമുഖ സംഭാഷണത്തിലാണ് ഷോൺ ഇത്തരത്തിൽ കാര്യങ്ങൾ തുറന്നടിച്ചത്. കഴിഞ്ഞ 10 വർഷത്തിലധികമായി PC ജോർജ് ഓക്സിജൻ മാസ്കിന്റെ സഹായത്തോടു കൂടിയാണ് ഉറങ്ങുന്നത്. അതും 2 മണിക്കൂർ മാത്രമാണ് അദ്ദേഹം ഉറങ്ങുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യ പ്രശ്നങ്ങളുണ്ട്. അത് ഒരു പുതിയ വിഷയമല്ല. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ ECGയിൽ കണ്ട വേരിയേഷൻ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ഡോക്ടേഴ്സ് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് PC ജോർജിനെ റെഫർ ചെയ്തിരിക്കുന്നു. എന്നാൽ ഇനിയും ഇക്കാര്യത്തിൽ PC ജോർജിനെ റിമാൻഡ് ചെയ്യുമോ അതോ മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള തടവുകാർക്കുള്ള പ്രത്യേക മെഡിക്കൽ സെല്ലിൽ PC ജോർജിനെ റിമാൻഡ് ചെയ്യുമോ അഥവാ വിയ്യൂർ സെൻട്രൽ ജയിലിലേക്ക് പ്രത്യേകം മെഡിക്കൽ സൗകര്യങ്ങളുള്ള ജയിലിലേക്ക് PC ജോർജിനെ മാറ്റുമോ എന്നുള്ളതെല്ലാം ചിന്തിക്കേണ്ടത് തന്നെയാണ്. അത്തരം കാര്യങ്ങളിൽ കൂടുതൽ വിശദീകരണങ്ങൾ ഇനി വരാനിരിക്കുന്നതേയുള്ളൂ. എന്തായാലും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് PC ജോർജിനെ മാറ്റിയിരിക്കുന്നു. അവിടെ സാധാരണ തടവ് പുള്ളികൾക്ക് ഇത്തരം വൈദ്യ പരിശോധനയിൽ സങ്കീർണമായ ചില വിവരങ്ങൾ കണ്ടെത്തുകയാണെങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ തന്നെ മെഡിക്കൽ സഹായം ഏർപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെ റിമാൻഡ് പ്രതികൾക്ക് അവിടെ റിമാൻഡ് ഏർപ്പെടുത്തുവാൻ മെഡിക്കൽ കോളേജിലുള്ള സൗകര്യം ഉപയോഗപ്പെടുത്താവുന്നതാണ് എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്നാൽ മജിസ്ട്രേറ്റ് ഈ കാര്യത്തിൽ ഏത് തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളും എന്നുള്ളത് അറിയില്ല. എന്തായാലും PC ജോർജിന്റെ ECGയിൽ വേരിയേഷൻ കണ്ടതിനെ തുടർന്ന് അദ്ദേഹത്തെ മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുന്നു. ഒരുപക്ഷെ വീണ്ടും മജിസ്ട്രേറ്റിന് അദ്ദേഹത്തെ ജാമ്യത്തിൽ വിടുവാനോ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ തന്നെ അദ്ദേഹത്തിന് റിമാൻഡിൽ ഇടുവാനോ ഉത്തരവിടാൻ സാധിക്കും. എന്താണ് ഇക്കാര്യത്തിൽ ഇനി നടക്കുക എന്നുള്ളത് നമുക്ക് കണ്ടറിയാം, കാത്തിരിക്കാം.
എന്തായാലും പി സി ജോർജ് മതവിദ്വേഷ പ്രചരണം നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നു. സമൂഹത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സമൂഹത്തിലെ മതസൗഹാർദ്ദം തകർക്കുന്ന തരത്തിൽ തന്നെയാണ് പരാമർശങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഒരു വിഭാഗത്തിന്റെ പരാമർശം ഇപ്പോൾ ഉള്ളത്. എന്നാൽ കേരളത്തിൽ തന്നെ പ്രമാദമായ മറ്റു ചില മുദ്രാവാക്യങ്ങൾ ഓർക്കേണ്ടതുണ്ട്. അരിയും കുന്തിരിക്കവും മലരും ഒരുക്കി നിങ്ങൾ കാത്തിരുന്നോളൂ എന്നുള്ള പ്രമാദമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയ പാർട്ടിക്കെതിരെ യാതൊരു തരത്തിലുള്ള നിയമ നടപടികളും കൈക്കൊള്ളാതിരുന്ന പോലീസും നിയമ സംവിധാനങ്ങളും ഇപ്പോൾ ഇവിടെയുള്ള ഒരു പ്രത്യേക മതവിഭാഗത്തിലെ ചില ആളുകളെങ്കിലും തീവ്രവാദ സ്വഭാവം വച്ചു പുലർത്തുന്ന ആളുകളാണ് എന്നാണ് പി സി ജോർജ് ചാനൽ ചർച്ചയിൽ പറഞ്ഞത്. എന്നാൽ അതിനിടയിൽ അദ്ദേഹത്തിന് ഒരു നാക്കുപിഴ സംഭവിച്ചതിന്റെ പേരിൽ ഇവിടെയുള്ള ചില പ്രത്യേക മതവിഭാഗക്കാർ എത്രയും ഭീകരവാദികളാണ്, അവർ പാകിസ്ഥാനിലേക്ക് പോകേണ്ടതാണ് എന്ന തരത്തിൽ നാവുപിഴ പറ്റിയ ഒരു പരാമർശം നടത്തിയാണ്. അതിന് അടുത്ത ദിവസം തന്നെ ആ മതവിഭാഗത്തോട് പി സി ജോർജ് ഖേദം പ്രകടിപ്പിച്ചിരുന്നു. പരസ്യമായി തന്നെ ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്തു. എന്നാൽ അദ്ദേഹം ഇത് തുടർച്ചയായി നടത്തുന്നതിനാൽ വീണ്ടും അദ്ദേഹത്തിന് ഈ വിഷയത്തിൽ ജാമ്യം കൊടുക്കാൻ ആവില്ല എന്ന നിലപാടിലാണ് ഹൈക്കോടതി എത്തിയത്. എന്തായാലും പി സി ജോർജിന് ബഹുമാനപ്പെട്ട മജിസ്ട്രേറ്റ് 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്യുകയും റിമാൻഡിനൊടുവിൽ അദ്ദേഹത്തെ വൈദ്യപരിശോധനയ്ക്ക് വിധേയനാക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ ECGയിൽ വേരിയേഷൻ കണ്ടതിനാൽ ഇപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തിരിക്കുന്നു. ഇനി കോട്ടയം മെഡിക്കൽ കോളേജിൽ വിശദ പരിശോധനയ്ക്ക് ശേഷം അദ്ദേഹത്തെ കോട്ടയം മെഡിക്കൽ കോളേജിൽ തന്നെയുള്ള റിമാൻഡ് പ്രതികൾക്ക് ഏർപ്പെടുത്തിയിരിക്കുന്ന സെല്ലിൽ താമസിപ്പിക്കുമോ അതോ വില്ലൂർ സെൻട്രൽ ജയിലിൽ മെഡിക്കൽ സൗകര്യങ്ങളോട് കൂടിയ ജയിലിലേക്ക് മാറ്റുമോ ഇല്ലയോ എന്നുള്ളതെല്ലാം ഇനി കണ്ടറിയാം, കാത്തിരിക്കാം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ ECG നോക്കിയപ്പോൾ ECG വേരിയേഷൻ ഉണ്ട്. അതുകൊണ്ട് കാർഡിയോളജി കൺസൾട്ടേഷൻ എഴുതിയിട്ടുണ്ട്. ആ കാർഡിയോളജി കൺസൾട്ടേഷന് വേണ്ടി ഇപ്പോൾ മെഡിക്കൽ കോളേജിലേക്ക് മജിസ്ട്രേറ്റ് എഴുതിയിട്ടുണ്ട്. അത് സിനിമയായിട്ടുള്ളതാണ്. അതൊരു ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. അത് അദ്ദേഹത്തിന് ആ സപ്പോർട്ട് കൊടുക്കണം എന്നുള്ളത് ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്സിജൻ സപ്പോർട്ട് എന്നുള്ളത് അദ്ദേഹത്തിന് 10 വർഷത്തിന് മുകളിലായെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന് അത് ആവശ്യമായിട്ട് കാര്യമാണ്. അതല്ല, പക്ഷെ ഇപ്പോൾ കാർഡിയോളജി ഇത് വേണം എന്നുള്ള നിർദ്ദേശം കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് ആണ് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. അവിടെ പരിശോധിച്ചിട്ട് ബാക്കി അവിടുത്തെ പരിശോധന കഴിഞ്ഞ് ബാക്കി വീണ്ടും അല്ല, അത് കഴിഞ്ഞ് പോലീസ് അറിയിക്കും. അവിടുന്ന് റിപ്പോർട്ട് വരും. ഇപ്പോൾ ഫോർ മെഡിക്കൽ എക്സാമിനേഷൻ. നമ്മുടെ ഒരു ആവശ്യവും സപ്പോർട്ടുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റണം. നമ്മുടെ ആവശ്യമല്ല. നമുക്ക് അതിനകത്ത്